കൊച്ചിയിലെ തൊഴിൽ ചൂഷണം സ്ഥിരീകരിച്ച തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി HPL എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലാണ് ഇത് നടന്നത്. വീടുകളിൽ സാധനങ്ങൾ വിൽപ്പന നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കടുത്ത പീഡനമാണ് നേരിടേണ്ടി വരുന്നത്. എറണാകുളം ജില്ലാ ലേബർ ഓഫീസർ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകുമെന്നും തൊഴിൽ മന്ത്രി പറഞ്ഞു. ഇത് വളരെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്തിന് ഒരിക്കലും സഹിക്കുവാനോ പൊറുക്കുവാനോ കഴിയാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ദൃശ്യമാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നത്. എന്നെ ഏതാണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബന്ധപ്പെടുകയും അവർ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറഞ്ഞ സ്വകാര്യ മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ഈ സംഭവം നടന്നത്. അവിടെ ഡോർ ടു ഡോർ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ചെറുപ്പക്കാരികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്കെല്ലാം ടാർഗറ്റ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നടക്കാറുള്ളതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് പേര് ആ വീഡിയോയിലുണ്ട്, വിഷ്വൽസിലുണ്ട്. അതായത് ഇപ്പോൾ ഫീൽഡിൽ പോകുന്ന 2 പേര് തമ്മിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്തിട്ട് അതിൽ ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് പണിഷ്മെന്റ്. പക്ഷെ അത് ചെയ്യിപ്പിക്കുന്നത് മാനേജേഴ്സാണ്. സിജോ വി ജോണുണ്ട് വിവരങ്ങൾ നൽകാൻ. സിജോ, ഇത് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്നത്? തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. കാരണം ഇതൊരു തൊഴിൽ ചൂഷണം മാത്രമല്ല, ആളെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്തരം വകുപ്പുകൾ ഉൾപ്പെടെയുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. എന്തായാലും പെരുമ്പാവൂർ പോലീസും അതോടൊപ്പം തന്നെ ലേബർ വകുപ്പിലെ ഉദ്യോഗസ്ഥരും അവിടെ എത്തിയിട്ടുണ്ട്. അവർ അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഏതാനും മണിക്കൂറുകളായി തെരഞ്ഞിരുന്നത് ഇത് ഏത് സ്ഥലമാണ് എന്നുള്ളത് സംബന്ധിച്ച് തന്നെയായിരുന്നു. പക്ഷേ അത് എവിടെയാണെന്ന് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഹിന്ദുസ്ഥാൻ പവർ ലിങ്കിൻ്റെ ഓഫീസാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവിടെ എത്തി പോലീസ് പരിശോധന നടത്തിയെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരം ലഭിച്ചിരുന്നില്ല. അത് അവിടെയല്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തിയിരുന്നത്. അതിനുശേഷമാണ് ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ആ പെരുമ്പാവൂർ കേന്ദ്രം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ഈ ഇത്തരത്തിൽ ചൂഷണം നടന്നിരിക്കുന്നത്. ലേബർ വകുപ്പിലെയും അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ പോലീസിലെ ഉദ്യോഗസ്ഥരാണ് അവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ നമുക്ക് ഇവിടെ നിന്ന് ഉദ്യോഗസ്ഥരിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 3 മാസം മുമ്പ് വരെ ഇവിടെ ആണുങ്ങളാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായി ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് കളക്ടർ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന ഉബൈലിനെതിരെ ആ സ്ഥാപനത്തിലെ തന്നെ ഒരു ജീവനക്കാരി പരാതി നൽകിയിരുന്നു. ഒരു പീഡന പരാതിയാണ് നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സംഭവത്തിന് ശേഷമാണ് ഈ സ്ഥലത്ത് നിന്ന് അയാളെ ഈ പുരുഷന്മാരെ പൂർണ്ണമായും ഇവിടുന്ന് മാറ്റി ഇവിടുന്ന് സ്ത്രീകളെ കൊണ്ടുവരികയും ചെയ്തിരുന്നത്. എന്തായാലും ഇതുവരെയും പൂർണ്ണമായും ഈ ഓഫീസ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഓഫീസ് അടച്ചിട്ട നിലയിൽ തന്നെയാണ്. ഈ സ്ത്രീകളുടെ ജീവനക്കാർ പുറത്തുപോയി സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളാണ്. അവരെ അവിടെ എത്തിയതിന് ശേഷം അത് പൂർണ്ണമായി തുറന്ന് തുടർ പരിശോധനകളിലേക്ക് പോകുമെന്ന് അറിയുന്നത്. പക്ഷേ ഈ സ്ഥലത്ത് തന്നെയാണ് ഈ പീഡനം നടന്നിരിക്കുന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിരിക്കുകയാണ്. അറക്കപ്പടിയിലുള്ള ഈ സ്ഥാപനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ജീവനക്കാരുടെ നീങ്ങുകയാണ്.